എറണാകുളം കോതമംഗലം കുട്ടമ്പുഴയിൽ നിന്ന് ഒടുവിൽ ആശ്വാസവാർത്ത. പശുവിനെ അന്വേഷിച്ചു പോയി വനത്തിൽ കുടുങ്ങിയ 3 സ്ത്രീകളെയും കണ്ടെത്തി തിരികെ എത്തിച്ചു. മായ, പാറുക്കുട്ടി, ഡാർലി എന്നിവരാണ് വനത്തിനുള്ളിൽ കുടുങ്ങിയത്. 6 കിലോമീറ്റർ അകലെയുള്ള അറക്കമുത്തിയിൽ നിന്നാണ് തെരച്ചിൽ സംഘം ഇവരെ കണ്ടെത്തിയത്. പശുവിനെ അന്വേഷിക്കുന്നതിനിടെ ആനക്കൂട്ടത്തെ കണ്ടപ്പോൾ രാത്രി മുഴുവൻ പാറക്കെട്ടിന് മുകളിൽ അഭയം തേടുകയായിരുന്നുവെന്ന് ഇവർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ആന കണ്ട് പേടിച്ച് കയറിപ്പോയതാണ്. ആനേനെ കണ്ട് മാറി നിന്നതാണ്. ഞങ്ങളൊരു പാറയുടെ മേളിൽ കയറി ഇരുന്നു. അവസ്ഥ എന്നാന്ന് വെച്ചാൽ ഒരു അന്തരീക്ഷ ഇതായിരുന്നു. നമ്മൾ ആദ്യമായിട്ടല്ല അങ്ങനെ കാട്ടിച്ചെന്ന് പെടണത്. ആനേനെ പേടി ഉണ്ടായിരുന്നു. എന്നാലും ആന ചുറ്റും നിന്നാണ് ഞങ്ങൾക്ക് ഇറങ്ങി പോരാൻ പറ്റാതിരുന്നത്. പേടിയുണ്ടായിരുന്നു. ഞങ്ങൾ വലിയൊരു പാറയുടെ മുകളിലാണ് കയറി. ഞങ്ങൾ കൂട്ടുകൂടി പോയിട്ടുണ്ട്. ഇത് ഈ സ്ഥലം ആദ്യമായിട്ട് പോയതാണ്. കുടുങ്ങണേ ആദ്യമായിട്ടാണ്. ഇന്നലെ രാത്രി ഞങ്ങൾ ആ പാറയിൽ ഞങ്ങൾ സുരക്ഷിതമായ ദൈവം കൊണ്ടുവന്ന് എത്തിച്ചെന്ന് വേണം പറയാൻ. ആ പാറയിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് അത് സുരക്ഷിതമാണെന്ന് തോന്നി. അപ്പോൾ ഞങ്ങൾ അതിനകത്ത് കയറി ഇരുന്നാലും ഞങ്ങൾ ആ കരിയിലൊക്കെ അടിച്ച് മാറ്റിയിട്ട് അന്ന് ഇരിക്കും കിടക്കും എന്തെങ്കിലും ചെയ്യാം. ഉറക്കം എന്തായാലും വരുമല്ലോ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇരിക്കും, കുറേ നേരം കിടക്കും. അങ്ങനെയായിരുന്നു. പിന്നെ ചുറ്റും ഒരു ആന വന്നു. ആന വന്നപ്പോൾ ഞങ്ങൾ മിണ്ടിയില്ല, അനങ്ങാതിരുന്നു, ശബ്ദം ഉണ്ടാക്കാതെ. അപ്പോൾ ആന കുറേ നേരം ഒരു 1:30 വരെ ബഹളം വെച്ചു. ആന ഞങ്ങളുടെ വാസന കിട്ടിയിട്ടായിരിക്കും. അലേഖ് ബഷായും സൈഫുനിസ അലിയാരും നമുക്കൊപ്പം ചേരുന്നു. അലേഖ് ബഷ, ഈ തെരച്ചിലിൽ ഉടനീളം എന്തായി എന്ന് അലി തന്നെ ഒരു 10 വട്ടം ചോദിച്ചിട്ടുണ്ടാകണം. അത്രമാത്രം നമ്മളെയും ഒരു ആകാംക്ഷയുടെയും ആശങ്കയുടെയും ഒക്കെ ഒരു നിമിഷങ്ങളിലൂടെ കൊണ്ടുപോയ ഒരു വാർത്താ മുഹൂർത്തങ്ങളായിരുന്നില്ലേ ഈ തെരച്ചിൽ ഉടനീളം കണ്ടത് അലി? തീർച്ചയായും സുജയ, ഈ പറഞ്ഞതുപോലെ 3 മനുഷ്യർ കുട്ടമ്പുഴയിൽ നിന്നും ഒരു പശുവിനെ തേടി എനിക്ക് പിന്നിൽ കാണുന്ന ഈ കാട് കയറുന്നു. സുഹൃത്തിൻ്റെ പശുവിനെ തേടിയാണ് കൂടെയുള്ള ആൾ വന്നത്. ഈ 3 പേരും പശുവിനെ തേടി കാട് കയറുന്നു. അതിനകത്തു നിന്നും കാട്ടാനയെ കണ്ട് ഇവർ ഒരു പാറക്കെട്ടിന് മുകളിൽ കയറി ഒളിക്കുന്നു, അല്ലെങ്കിൽ കാട്ടാനയുടെ പിടിയിൽ പെടാതെ ഇരിക്കുന്നു. ഒരു രാത്രി ഈ കാട്ടിനുള്ളിലാണ് ആ 3 സ്ത്രീകൾ അതിജീവിച്ചത്. അതിൽ ഒരാൾ പാറുക്കുട്ടി ചേച്ചി പ്രമേഹ രോഗിയാണ്. എത്ര മനക്കരുത്തിൻ്റെയും ശക്തിയുടെയും കഥയാണ്, അതിജീവനത്തിൻ്റെ കഥയാണ് കുട്ടമ്പുഴയ്ക്ക് പറയാനുള്ളത് എന്ന് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി നമ്മൾ കാണുകയാണ്. സംയുക്തമായ തിരച്ചിലിൻ്റെ ഫലമെന്ന് തന്നെ പറയണം. ഈ നാട്ടുകാരുടെ ശ്രമം, അതുപോലെ തന്നെ പോലീസിൻ്റെ, ഫയർഫോഴ്സിൻ്റെ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കഠിന ശ്രമത്തിൻ്റെ ഫലമായാണ് മണിക്കൂറുകൾക്ക് മുൻപ് ഈ 3 പേരെയും ഈ കാടിനുള്ളിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞത്. ഈ വഴി, എനിക്ക് പിന്നിൽ കാണുന്ന ഈ വഴിയിലൂടെയാണ് ഈ പശുവിനെ തേടി ഈ 3 പേർ പോകുന്നത്. ഇതുവഴി പോയി അകത്തെത്തുന്നു. പശുവിനെ തിരഞ്ഞ് 3 വഴിക്ക് തിരിയാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് കാട്ടാനക്കൂട്ടത്തെ കാണുന്നത്. 3 പേരും കാട്ടാനയുടെ പിടിയിൽ പെടാതിരിക്കാൻ വേണ്ടി ഈ പാറക്കെട്ടിന് മുകളിൽ കയറി ഇരിക്കുകയായിരുന്നുവെന്ന് ഇതേ വഴി ഇറങ്ങി വരുമ്പോഴാണ് പാറുക്കുട്ടി ചേച്ചി നമ്മളോട് പറഞ്ഞത്. ഇന്ന് മലയാളികൾ ആ 3 പേരുടെ പ്രതികരണം ആദ്യം കണ്ടത് റിപ്പോർട്ടറിലൂടെയാണ്. നമ്മൾ ഈ കാടിൻ്റെ ഉൾക്കാട്ടിലേക്ക് കയറി ഉദ്യോഗസ്ഥർക്കൊപ്പം അവർ തിരിച്ചിറങ്ങി വരുമ്പോഴാണ് എന്താണ് ഇന്നലെ സംഭവിച്ചതെന്ന കഥ അവരോട് ചോദിക്കുന്നത്. ആ രാത്രി എങ്ങനെ അതിജീവിച്ചു എന്ന് ചോദിക്കുമ്പോൾ 3 പേർക്കും ഉത്തരമില്ല. നല്ല പേടിയുണ്ടായിരുന്നു. കൂട്ടത്തിൽ മൂത്തയാളായ പ്രമേഹ രോഗി കൂടിയായ പാറുക്കുട്ടി ചേച്ചിയാണ് ആ 3 പേരെയും ബാക്കി കൂടെ ഉണ്ടായിരുന്ന 2 പേരെയും നയിച്ചത്. ഏകദേശം 6 or 7 കാട്ടാനക്കൂട്ടം ഇവർ ഇരുന്ന പാറക്കെട്ടിൻ്റെ അടുത്തുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആനക്കൂട്ടത്തെ കണ്ടപ്പോൾ നിശബ്ദരായിരിക്കണമെന്ന് പറഞ്ഞ് ആ കൂട്ടത്തെ ലീഡ് ചെയ്തയാൾ പാറുക്കുട്ടി ചേച്ചിയാണ്. അതുപോലെ തന്നെ ഈ ആനക്കൂട്ടം പോയ ശേഷം മാത്രം താഴേക്ക് ഇറങ്ങുകയും കൃത്യമായി ഈ മായയുടെ മകൻ ഈ കാടിനകത്തേക്ക് കയറി അജയുടെ പേര് കൂടി എടുത്തു പറയേണ്ടതുണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിൽ. മായയുടെ മകനായ അജയ് ആണ് പിന്നീട് അമ്മയെ കൂടി തേടി ഈ കാട്ടിലേക്ക് കയറുന്നതും. അജയ് കൂടി ഉൾപ്പെട്ട ആ തിരച്ചിലാണ് ഈ 3 സംഘത്തെ കണ്ടെത്താൻ വേണ്ടി ഈ അന്വേഷണ സംഘത്തിന് സാധിക്കുകയും ചെയ്തത്. ആ മകനോടൊപ്പമാണ് അമ്മ കാടിറങ്ങി ഇങ്ങോട്ട് വരികയും ചെയ്തത്. ഈ നാട് മുഴുവൻ കാത്തിരിക്കുകയായിരുന്നു സുജയ. കുട്ടമ്പുഴ മുഴുവൻ കാത്തിരിക്കുകയായിരുന്നു ഈ 3 പേരെയും തിരിച്ചു വരുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടി. ആ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. അതിവൈകാരികമായിരുന്നു. രാവിലെ മായയുടെയും പാറുക്കുട്ടി ചേച്ചിയുടെയും ഡാർലിയുടെയും വീട്ടിൽ നിന്നും അവരുടെ കുടുംബത്തോട് സംസാരിക്കുമ്പോൾ കരയുകയായിരുന്നു. പേടിച്ച് സങ്കടപ്പെട്ട് കരയുകയായിരുന്നു. അതിനുശേഷം ഉദ്യോഗസ്ഥർ അവരെ കണ്ടു, 3 പേരെയും കണ്ടുമുട്ടിയെന്ന വാർത്ത അറിഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് അവർ കണ്ണു നിറച്ചു. അതിനുശേഷം ആദ്യമായി ഈ 3 പേരുടെയും ദൃശ്യങ്ങൾ റിപ്പോർട്ടർ TV-യിലൂടെയാണ് ആ കുടുംബം കാണുന്നത്. അപ്പോഴാണ് അവർക്ക് ശ്വാസം വീണത്, ആശ്വാസമായത്. അതിനുശേഷം ഒരു കാത്തിരിപ്പ് തന്നെയായിരുന്നു. വരുന്ന വഴിയിൽ നിറയെ 3 പേരുടെയും സുഹൃത്തുക്കൾ, നാട്ടുകാർ, അയൽക്കാരൊക്കെ കാത്തു നിൽക്കുകയും കണ്ട ഉടനെ കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും ഇന്നലെ മുതൽ ഇന്നോളമുള്ള ഈ മണിക്കൂറുകൾ കുട്ടമ്പുഴയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിനൊരു പാഠമാണ്, അതിജീവനത്തിൻ്റെ പാഠമാണ്, 3 സ്ത്രീകളുടെ മനക്കരുത്തിൻ്റെ കൂടി പാഠമാണ്. വലിയ ആശങ്കകളുടെ മണിക്കൂറുകൾക്കൊടുവിൽ 3 പേരും എനിക്ക് പിന്നിൽ കാണുന്ന ഈ വഴിയിലൂടെ ഉദ്യോഗസ്ഥർക്കൊപ്പം ഇവിടേക്ക് ഇറങ്ങി വന്നപ്പോൾ സ്വീകരിച്ചത് വലിയൊരു ജനക്കൂട്ടമാണ്, ജനപ്രതിനിധികളാണ്. പോലീസും ഫയർഫോഴ്സും അതുപോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന വലിയൊരു
ഉദ്യോഗസ്ഥ ബന്ധവുമാണ്. എന്തായാലും സുജയ, ഏറെ സന്തോഷം. ആ 3 മനുഷ്യരുടെ പ്രതികരണം ആദ്യം നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ 3 മനുഷ്യരും ഉദ്യോഗസ്ഥർക്കൊപ്പം സുരക്ഷിതമായി എത്തിയെന്ന ദൃശ്യങ്ങൾ ആദ്യം എത്തിക്കാൻ കഴിഞ്ഞത് നമുക്ക് റിപ്പോർട്ടറിലൂടെയാണ്. അല്ലമീനാണ് ആ ദൃശ്യങ്ങൾ ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അത് നമുക്കേറെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ, നേരത്തെ വലിയ ആശങ്കയോടുകൂടി രാവിലെ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് ഇവിടെ നിൽക്കാൻ കഴിയുന്നത് ആ 3 പേരുടെ അതിജീവനത്തിന്റെ കഥ അത് നമ്മൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ടുകൂടിയാണ്. ആ 3 സ്ത്രീകളുടെ മനക്കരുത്ത് അത് നേരിട്ട് കണ്ടതുകൊണ്ടുകൂടിയാണ് സുജയ. ഓക്കെ, നമുക്ക്